ഈ ലോകത്തിൻ്റെ അറ്റം പോയി അവസാനിക്കുന്നത് അർജൻറ്റീനയിലുള്ള ഉഷ്വായ എന്ന സ്ഥലത്താണെന്ന് ഒരു തമാശയുണ്ട്. പക്ഷേ ഈ ഉഷ്വായം കഴിഞ്ഞ് കുറച്ചുകൂടി തെക്ക് മാറി പോർട്ടോ വില്യംസ് എന്നൊരു കൊച്ചു പട്ടണമുണ്ട് ചിലിയിൽ. അതാണ് ശരിക്കും ഭൂമിയിലെ ഏറ്റവും തെക്കേ അറ്റത്തായിട്ടുള്ള പട്ടണം. അന്റാർട്ടിക്കയായിട്ടൊക്കെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണത്. പോർട്ടോ വില്യംസിലേക്ക് ചിലിയിലെ പൂൻറ്റാ അരനാസ് എന്ന ടൗണിൽ നിന്ന് വിമാനത്തിൽ വെറും അരമണിക്കൂറിലെത്താം. പക്ഷെ അതിനേക്കാളൊക്കെ രസകരം അങ്ങോട്ടേക്കുള്ള 1.5 ദിവസം നീളുന്ന ഫെറിയിലുള്ള യാത്രയാണ്. കാരണം കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾക്കിടയിലൂടെയുള്ള ആ യാത്രയിലുടനീളം നിങ്ങൾക്ക് വമ്പൻ ഐസ് ഗ്ലേസിയേഴ്സൊക്കെ കാണാൻ പറ്റും. പിന്നെ കടലിലാണെങ്കിൽ അനവധി ഡോൾഫിനുകളെയും തിമിംഗലങ്ങളെയും സീനുകളെയും. പിന്നെ എന്നെപ്പോലെ നല്ല ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറോറ ലൈറ്റ്സ് വരെ കാണാൻ പറ്റും. ഏപ്രിൽ മാസത്തിൻ്റെ അവസാനം ഇവിടെ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ ദൂരമായിട്ടുള്ള ടോറസ് ഡെൽ പെയിൻ നാഷണൽ പാർക്കിൽ 5 ദിവസം നീളുന്ന ഒരു ട്രക്കിങ്ങിന് പോയിരിക്കുകയായിരുന്നു ഞാൻ. ട്രക്കിങ് കഴിഞ്ഞ് ഞാൻ താമസിച്ച ഹോസ്റ്റലിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു ജർമ്മൻകാരിയെ പരിചയപ്പെട്ടിരുന്നു. അവരാണ് ഇങ്ങോട്ടേക്ക് ആഴ്ചയിലൊരിക്കൽ ഫെറി ഉണ്ടെന്ന് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ പൂൻറ്റാ അരനാസിലേക്ക് യാത്ര തിരിച്ചു. അങ്ങോട്ടേക്ക് പോയതിന് എനിക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അവിടുത്തെ അർജന്റീനിയൻ എംബസി പോയിട്ട് ഒരു ട്രാവൽ വിസ എടുക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. എത്തിയ അന്ന് തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഫെറി ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴാണ് അറിഞ്ഞത് വ്യാഴാഴ്ചയാണ് ഇനി അടുത്ത ഫെറി ഉള്ളതെന്ന്. അങ്ങനെ കുറച്ച് ദിവസം കൂടി ഞാൻ അവിടെ ചിലവഴിച്ചു. അതിനിടയ്ക്ക് അവിടെ നിന്ന് അധികം ദൂരമില്ലാത്ത ടിയറോ ഡെൽ ഫിഗോ എന്ന ഐലൻഡിൽ പോയി പെൻഗ്വിനുകളൊക്കെ ഞാൻ കണ്ടു. അങ്ങനെ അവസാനം വ്യാഴാഴ്ച എത്തി. വൈകിട്ട് 6 മണിക്ക് യാഗൻ എന്ന പേരുള്ള ഫെറിയിൽ പോർട്ടോ വില്യംസിലേക്ക് ഞാൻ യാത്ര തുടങ്ങി. ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മജല്ലനസ് കടലിടുക്കിലൂടെയാണ്. ലോകപ്രസിദ്ധ നാവികനായ മജല്ലൻ ഈ ലോകം ചുറ്റുവാനുള്ള യാത്രയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് പസഫിക് സമുദ്രത്തിലേക്ക് കടന്നത് ഈ കടലിടുക്കിൽ കൂടിയാണ്. ഇത് കഴിഞ്ഞ് നാളെ ഈ ഫെറി ബീഗിൾ ചാനലിലേക്ക് കിടക്കും. 19ാം നൂറ്റാണ്ടിൽ ചാൾസ് ഡാർവിൻ HMS ബീഗിൾ എന്ന കപ്പലിൽ ഇതുവഴി യാത്ര ചെയ്തതിനെ തുടർന്നാണ് ആ പേര് ലഭിച്ചത്. പരിണാമ സിദ്ധാന്തം കണ്ടുപിടിക്കാൻ കാരണമായ ഒട്ടനവധി കണ്ടെത്തലുകൾ അദ്ദേഹം ഈ പ്രദേശങ്ങളിൽ നിന്ന് നടത്തിയിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. യാത്ര പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ താഴേക്ക് വിളിച്ചു. ഈ ഭക്ഷണത്തിൻ്റെ വിലയൊക്കെ ഈ ടിക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തിരിച്ച് മുകളിലെത്തിയപ്പോൾ കടലിൽ ദൂരെയായിട്ട് എന്തോ ഞാൻ കണ്ടു. ഈ ഫെറിയിലൊരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പോകുന്ന വഴിയിൽ എവിടെയൊക്കെ എന്തൊക്കെ ജീവികളെ കാണാമെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഭാഗത്ത് തിമിംഗലങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഞാൻ കുറേ നേരം കാത്തിരുന്നെങ്കിലും ഒന്നും കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു അല്പം നിരാശയോടെ ഞാൻ കിടക്കാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം കാലത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഫെറിയുടെ മുകളിലേക്ക് പോയി. അപ്പോഴേക്കും ഞങ്ങളുടെ ഫെറി പസഫിക് സമുദ്രത്തിൻ്റെ അരികത്ത് വരെ പോയി തിരിച്ച് കിഴക്ക് ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തണുപ്പ് കാലം ഏകദേശം തുടങ്ങാറായതുകൊണ്ട് കാലത്ത് 9:30 ആകുമ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത് തന്നെ ഇവിടെ. ഈ ദക്ഷിണാർദ്ധഗോളത്തിൽ നമ്മുടേതിന് വിപരീതമായി ജൂൺ മാസത്തിലാണ് തണുപ്പ് കാലം തുടങ്ങുന്നത്. ഞാൻ യാത്ര പുറപ്പെട്ട പൂൻറ്റാ അരനാസിൻ്റെ ഭൂപ്രകൃതിയെ അല്ലായിരുന്നു ഇവിടെ. മഞ്ഞുമലകൾ ധാരാളം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാഴ്ചയാണ്. ഈ അന്റാർട്ടിക്കയോട് ഇത്ര അടുത്ത് കിടക്കുന്ന ഈ വിദൂരമായ സ്ഥലത്ത് മലയുടെ ചില ഭാഗങ്ങളിൽ കാട് പോലെ ഒരുപാട് മരങ്ങൾ തിങ്ങി വളർന്ന കാഴ്ച ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. യാത്രയിൽ ഒടുനീളം അത്തരം കാഴ്ചകൾ കാണാൻ പറ്റും. യാഗൻ എന്ന പേരുള്ള ഫെറിയിലാണ് ഞാൻ യാത്ര ചെയ്തതെന്ന് പറഞ്ഞല്ലോ. യാഗൻ എന്നുള്ളത് ഈ ദ്വീപുകളിൽ വസിച്ചിരുന്ന ഗോത്രവിഭാഗക്കാരായിരുന്ന ആളുകളായിരുന്നു. യൂറോപ്യന്മാരുടെ വരവോടുകൂടി അതിൽ ഭൂരിഭാഗം ആളുകളും വംശഹത്യക്കിരയായി. ഈ പ്രദേശങ്ങളിലുള്ള സീലുകൾ, തിമിംഗലങ്ങൾ, പിന്നെ ലാമയോട് സാദൃശ്യമുള്ള ഒരു ജീവിയായ ഗുവാൻകോ തുടങ്ങിയൊക്കെയായിരുന്നു അവരുടെ പ്രധാന ആഹാരം. 10,000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ മനുഷ്യന്മാരിവിടെ താമസിച്ചിരുന്നു എന്നുള്ളത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. അങ്ങനെ ഏകദേശം ഉച്ചയോടുകൂടി ഞാൻ കാത്തിരുന്ന സ്ഥലങ്ങൾ പയ്യെ വരാൻ തുടങ്ങി. ദൂരെ ഇടതുവശത്തായിട്ട് ഒരു വലിയ ഐസ് ഗ്ലേസിയർ പ്രത്യക്ഷപ്പെട്ടു. ഇവിടുത്തെ ഓരോ ഗ്ലേസിയേഴ്സിനും ഇവർ പേരിട്ട് വെച്ചിട്ടുണ്ട്. കൺസെപ്സിയോൺ എന്നാണ് ഈ ഗ്ലേസിയറിൻ്റെ പേര്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ട്രക്കിങ്ങിനിടെ ഞാൻ ഒരുപാട് ഐസ് ഗ്ലേസിയേഴ്സ് കണ്ടതായിരുന്നു. പക്ഷേ എങ്കിൽ ഈ കടലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം അതിഗംഭീരമായ കാഴ്ചകളും കൂടെ കൂട്ടിന് വന്നപ്പോൾ പറഞ്ഞറിയിക്കാനാത്ത ഒരു വികാരമായിരുന്നു എനിക്ക്. ഈ ഫെറിയിൽ ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നെങ്കിൽ ആരും തന്നെ മുകളിലേക്ക് വന്നില്ല. ഒരുപക്ഷെ അവരെല്ലാവരും ഇവിടുത്തെ നാട്ടുകാരായതുകൊണ്ടാവാം. അതുകൊണ്ട് തന്നെ എനിക്കെന്തോ ഈ കടലിടുക്കിലൂടെ ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതിനിടയ്ക്ക് 2 ഡോൾഫിനുകളും ഫെറിയുടെ അരികത്തുകൂടി പോയി. ഒരുപാട് സീലുകളെയും ഞാൻ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. പക്ഷേ ഇവറ്റകളെ ക്യാമറ കിട്ടാൻ വലിയ പാടാണ്. ക്യാമറ ഓണാക്കി വരുമ്പോഴേക്കും അത് വെള്ളത്തിനടിയിലേക്ക് പോകും. പിന്നെ പോകുന്നത് അത് ഏത് ദിശയിലാണെന്ന് ഒരു ഐഡിയയും കിട്ടത്തില്ല. അതിനെ കണ്ട് അങ്ങോട്ടേക്ക് ക്യാമറ എടുത്ത് വരുമ്പോഴേക്കും അത് പിന്നെയും പോകും.
ഉച്ചയ്ക്ക് ശേഷം പിന്നെ അനവധി ഐസ് ഗ്ലേസിയറുകളുടെ കാഴ്ചകളായിരുന്നു യാത്രയിലുടനീളം. ഏകദേശം ഒരു 3 മണിയായപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് യാത്രക്കാർ മുകളിലേക്ക് വന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ താരം ഇറ്റാലിയ എന്ന പേരുള്ള ഒരു വമ്പൻ ഗ്ലേസിയറാണ്. അത് കാണാനാണ് എല്ലാവരും വന്നത്. ഒരു പടുകൂറ്റം മതിലാരോ പണിത് വെച്ച പോലെ ഉണ്ടായിരുന്നു ഇറ്റാലിയ എന്ന ഗ്ലേസിയർ കണ്ടപ്പോൾ. ഗെയിം ഓഫ് ത്രോൺസിലുള്ള നോർത്ത് വാളാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. പക്ഷെ കുറച്ചുകൂടി മാറിയപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് കുറുവത്തി മലയുടെ ഇടയ്ക്ക് പണിത ഇടുക്കി ആർച്ച് ഡാം പോലെ ഉണ്ടെന്നാണ്. എന്തായാലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. നേരം പതുക്കെ ഇരുട്ടി തുടങ്ങി. ഞങ്ങളുടെ ഫെറി അങ്ങനെ ബീഗിൾ ചാനലിലേക്ക് കടന്നു. ആ ദൂരെ കാണുന്ന ഭാഗം അർജൻറ്റീനയാണ്, വലതു ഭാഗം ചിലിയും. സൗത്ത് അമേരിക്കയിലൂടെ ഞാൻ യാത്ര തുടങ്ങിയിട്ട് മിനിങ്ങാന്ന് 1 മാസമായി. ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ സന്ധ്യ ഇതാണെന്ന് എനിക്ക് തോന്നി. രാത്രിയായപ്പോൾ ജനലിലൂടെ ദൂരെയായിട്ട് കുറച്ച് വെളിച്ചം കണ്ടു. 7-8 മണിയോടുകൂടി ഉഷ്വായയുടെ അടുത്തുകൂടി ഞങ്ങൾ സഞ്ചരിക്കുമെന്ന് എനിക്കറിയായിരുന്നു. പുറത്താണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. പക്ഷെ ആ നഗരത്തിൻ്റെ രാത്രി വെളിച്ചം മര്യാദയ്ക്ക് ക്യാമറ കിട്ടണമെങ്കിൽ പുറത്ത് തന്നെ പോകണം. അതുകൊണ്ട് വളരെ മടിയോടെയാണെങ്കിലും ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അതങ്ങനെ ക്യാമറയിൽ എടുക്കുന്നതിനിടയിലാണ് ഞാൻ വലത് ഭാഗത്ത് ആകാശം മുഴുവൻ ചുവന്ന കളറിൽ തിളങ്ങി നിൽക്കുന്ന കണ്ടത്. ആദ്യം ഞാൻ കുറച്ച് നേരം മൈൻഡ് ചെയ്തില്ല. ഞാൻ വിചാരിച്ചത് സന്ധ്യ ആയതിൻ്റെ നിറവായിരിക്കുന്നതാണ്. പിന്നീടാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, മണി 8 സൂര്യൻ അസ്തമിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായി. പിന്നെന്താ ആകാശം ഇങ്ങനെ ചുവന്നിരിക്കുന്നത്? ഏതാനും മിനിറ്റുകൾ വേണ്ടി വന്നു എനിക്ക് എൻ്റെ കൺമുന്നിൽ നടക്കുന്ന ആ മഹാപ്രതിഭാസം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. അത് അറോറ ബൊറിയാലിസ് ആയിരുന്നു. നമ്മളിപ്പോഴും അതിന് നോർത്തേൺ ലൈറ്റ്സ് എന്നാണല്ലോ പറയുക. പക്ഷേ നോർത്തിൽ മാത്രമല്ല, സൗത്ത് പോളിലരികത്തും അത് ഉണ്ടാവാറുണ്ട്. പക്ഷേ അക്കാര്യം പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നില്ല. ഇത് കാണാൻ യൂറോപ്പിൽ എപ്പോഴെങ്കിലും പോകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നനച്ചിരിക്കാതെ ഇങ്ങനെ കൺമുന്നിൽ പറ്റുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവസാനം രാത്രി ഏകദേശം 1 മണിയോടുകൂടി ഞങ്ങൾ പോർട്ടോ വില്യംസിലേക്ക് എത്തി. പോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ചെറിയൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു. ഞാൻ ചെന്നപാടെ അവിടെ പോയി റൂം എടുത്തു. പിറ്റേ ദിവസം കാലത്ത് പോർട്ടോ വില്യംസ് കാണാനായിട്ട് ഞാൻ ഇറങ്ങി. സത്യത്തിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് അവിടെ ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം ടൂറിസ്റ്റ് സീസൺ കഴിഞ്ഞ് തണുപ്പ് കാലം തുടങ്ങിയതോടുകൂടി അവിടെയുള്ള ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ അടച്ചുപൂട്ടി. പിന്നെ ആകെ ചെയ്യാനുണ്ടായിരുന്നത് ആ ടൗൺ മുഴുവൻ ചുറ്റി നടക്കുക എന്നുള്ളതായിരുന്നു. ഈ ചെറിയ കടലിടുക്കി കൂടെ പണ്ട് ചാൾസ് ഡാർവിൻ പോയ കാര്യമൊക്കെ ഞാനിങ്ങനെ മനസ്സിലാലോചിക്കുകയായിരുന്നു. ഇതിനപ്പുറം അർജൻറ്റീനയാണ്. പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വിസ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. തിരിച്ച് പുൻറ്റാരനാസിൽ ചെല്ലുമ്പോൾ വിസ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ ചെറിയ അരുവിയുടെ തീരത്തുള്ള വീടുകളാണ് ഇനി അവശേഷിക്കുന്ന യാഗൻ ആളുകളൊക്കെ താമസിക്കുന്നത്. ഞാൻ കുറച്ചു നേരം ആ പ്രദേശത്തൂടെയൊക്കെ നടന്നു. തിരിച്ച് ഞാൻ പോർട്ടിലേക്ക് എത്തിയപ്പോഴേക്കും യാഗന എൻ്റെ മടക്കയാത്ര ആരംഭിച്ചിരുന്നു. ഞാൻ തിരിച്ച് ഫ്ലൈറ്റിലാണ് പുൻറ്റാരനാസിലേക്ക് പോകുന്നത്. ചില ആളുകൾ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരികയും തിരിച്ച് ഫെറിയിൽ പോവുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ കണ്ട ഐസ് ഗ്ലേസിയേഴ്സ് ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം അതൊക്കെ രാത്രിയാവും നിങ്ങൾ അതുവഴി കടന്നു പോകുമ്പോൾ. പോർട്ടോ വില്യംസിലെത്തി ഫോൺ ഓണാക്കി നോക്കിയപ്പോഴാണ് ഇന്നലെ കണ്ട അറോറ ബൊറിയാലിസ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കണ്ട വാർത്ത ഞാൻ കണ്ടത്. അന്റാർട്ടിക്കയോട് ഇത്ര അടുത്ത് കിടന്നിട്ട് പോലും ഈ പ്രദേശത്ത് ആ പ്രതിഭാസം ഉണ്ടാകുന്നത് 75 കൊല്ലത്തിന് ശേഷമാണത്രേ. അപ്പോഴാണ് ശരിക്കും ഇന്നലെ രാത്രി എനിക്ക് എന്ത് വലിയ ഭാഗ്യമാണ് കിട്ടിയതെന്ന് ഞാൻ ആലോചിച്ചത്. പിറ്റേ ദിവസം ഞാൻ കാലത്ത് അവിടെ തൊട്ടടുത്തുള്ള മ്യൂസിയത്തിലേക്ക് പോയി. പക്ഷെ അത് അടച്ചിട്ടേക്കായിരുന്നു. അവിടെ ഒരു വലിയ നീലത്തിമീങ്കലത്തിൻ്റെ ഫോസിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബീഗിൾ ചാനലിൽ കൂടി പലപ്പോഴും നീലത്തിമീങ്കലങ്ങളും കൊലയാളി തിമിംഗലങ്ങളൊക്കെ പോകാറുണ്ടെന്ന് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു. ടൂറിസ്റ്റ് സീസണിൻ്റെ സമയത്ത് ഇവിടെ നിന്ന് പല ബോട്ട് റൈഡുകളും ഉണ്ട് ഈ നീലത്തിമീങ്കലങ്ങളെയൊക്കെ അടുത്ത് പോയി കാണാനായിട്ടുള്ളത്. എന്തായാലും അതിനുള്ള ഭാഗ്യം എനിക്കിപ്പോൾ ഉണ്ടായില്ല. അങ്ങനെ വിരസമായ ഞായറാഴ്ച കഴിഞ്ഞ് ഞാൻ മടക്കയാത്ര ആരംഭിച്ചു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത സ്ഥലത്തു നിന്ന് തന്നെ ലഗേജൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കണ്ടത്. ഈ കൊച്ചു ടൗണിൽ എല്ലാവരും അറിയാമെന്ന് തോന്നുന്നു.
അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ വന്ന കടലിടുക്കുകളുടെ മേളിലൂടെ ഞാൻ തിരിച്ച് യാത്ര തുടങ്ങി. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കണ്ട ഐസ് ഗ്ലേസിയേഴ്സൊക്കെ എത്രത്തോളം വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് കിലോമീറ്ററുകളോളം ഉള്ളിലേക്ക് പോകുന്നുണ്ട്. Así que esperamos que disfruten del vuelo y muchas gracias, que tengan una buena semana. Los pasajeros y ellos cantan por ahí. തിരിച്ച് പുൻറ്റാനാസിലെത്തിയപ്പോൾ എൻ്റെ മനസ്സ് നിറയെ നാളത്തെ അർജൻറ്റീന വിസയുടെ ഇൻ്റർവ്യൂ എന്താവുന്നുള്ള ആലോചിച്ചുള്ള ടെൻഷനായിരുന്നു.